കേരള ചരിത്രത്തിലെ ഇന്നലകളെ അവിസ്മരണീയമാക്കി അല്ലെങ്കിൽ ഇന്നലകളിൽ മിന്നിത്തിളങ്ങിയിരുന്ന ഒരു രാജകുടുംബമായിരുന്നു അറക്കൽ രാജകുടുംബം. പല രാജ്യത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് സ്പൈസസോ കുരുമുളകോ മറ്റു കാര്യങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുപോകാൻ മാത്രമായിരുന്നില്ല പല ആൾക്കാരും വന്നിരുന്നത്. ഇന്ത്യയിൽ വന്നവരിൽ പലരും ഇവിടുത്തെ ചരിത്രമറിയാനും ഇവിടുത്തെ പാഠങ്ങൾ പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ കണ്ടറിയാനും വേണ്ടി വന്നിരുന്ന സഞ്ചാരികൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള തങ്കലിപികളാൽ എഴുതിപ്പെട്ട ഒരു ചരിത്രം കൂടി അറക്കൽ ഫാമിലിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അറക്കൽ ഫാമിലിയുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഉള്ളത് അറക്കൽ മ്യൂസിയത്തിലാണ്. അതായത് അറക്കൽ ഫാമിലി മുമ്പ് ഒരുപാട് തവണ ഉപയോഗിച്ചു കൊണ്ടിരുന്ന പല പുരാതന സാധനങ്ങളും സന്ദർശകർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു മ്യൂസിയം കെപ്റ്റ് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ്. അറക്കൽ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ കണ്ണൂർ കേന്ദ്രീകരിച്ച് നിലവിലുണ്ടായിരുന്ന കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം എന്നുള്ളത്. കണ്ണൂർ രാജവംശം കണ്ണൂരിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും സൽത്താനത്ത് എന്ന പേരുകളിലും ഈ രാജവംശത്തെ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം രാജവംശം അറക്കൽ രാജവംശം മാത്രമായിരുന്നു. മരുമക്കത്തായ സമ്പ്രദായമാണ് ഇവർ പിന്തുടർന്നുകൊണ്ടിരുന്നത്. അധികാരി അതൊരു സ്ത്രീയാണെങ്കിൽ അറക്കൽ ബീവി എന്നും പുരുഷനാണെങ്കിൽ അലി രാജ എന്നുമുള്ള സ്ഥാനപ്പേരിലായിരുന്നു ഇവർ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. കണ്ണൂർ നഗരത്തിൻ്റെ ആധിപത്യത്തിൽ വടക്കേ മലബാറിലെ കുരുമുളകിൻ്റെയും ഏലത്തിൻ്റെയും വാണിജ്യവും ഏറെക്കാലം അറക്കൽ കുടുംബത്തിന് തന്നെയായിരുന്നു. 1772 ഡച്ചുകാരിൽ നിന്നും കണ്ണൂർ കോട്ട അറക്കൽ ഫാമിലി പിടിച്ചെടുക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുമായി ബീബി ഉണ്ടാക്കിയ കരാറ് പ്രകാരം മിനിക്കോയി, അമേനി, ലക്ഷദ്വീപ് എന്നിവ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ വരികയുമുണ്ടായി. ബീബി പിന്നീട് ഇത് ബ്രിട്ടീഷുകാരിൽ നിന്ന് വീണ്ടും പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ള ഒരു ചരിത്രം കൂടി ഇവിടെയുണ്ട്. പിന്നീട് അവരെ യൂസ് ചെയ്ത ഒരുപാട് സാധനങ്ങളും അവർ പണ്ട് പുരാതനമായി യൂസ് ചെയ്തുകൊണ്ടിരുന്ന കിരീടവും യുദ്ധത്തിന് വേണ്ടി യൂസ് ചെയ്ത വാളുകളും അങ്ങനെ ഒരുപാട് പരിചയങ്ങളുമൊക്കെ ഈ മ്യൂസിയത്തിലുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ അവരുടെ കുടുംബ ചരിത്രവും കുടുംബ ഫോട്ടോവും അങ്ങനെ ഒരുപാട് ഹിസ്റ്ററിയായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും അറക്കൽ ഫാമിലിയെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ ചെന്നാൽ അറിയാൻ പറ്റും എന്നുള്ളത് കൂടിയാണ്. പിന്നീട് എങ്ങനെയാണ് അറക്കൽ ഫാമിലി ഇവിടെ വന്നത്, നിലവിലുണ്ടായത് എന്നുള്ളതിനും ഒരുപാട് ചരിത്രങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കഥകൾ ഇവിടെ പറയുന്നുണ്ട്. അതിലെ ചില കഥകൾ ഞാൻ കൂടി ഇവിടെ പറഞ്ഞു തരാം. പരമ്പരാഗതമായി പറയുകയാണെങ്കിൽ മറ്റൊരു കഥയിൽ പറയുന്നുണ്ട്, കോലോത്തിരിയുടെ നാരായണൻ പ്രധാനികളിൽ ഒരാളായ മന്ത്രിയായ അരിയാൽ കുളങ്ങര നായർ ഇസ്ലാം മതത്തിൽ ചേരുകയും മുഹമ്മദിൽ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. കോലോത്തിരി കോവിലകത്തെ ഒരു രാജകുമാരിയുമായി പിന്നീട് പ്രേമബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവരുടെ വിവാഹം രാജാവ് തന്നെ നടത്തി കൊടുക്കുകയും ചെയ്ത് രാജകീയ ആഡംബരങ്ങളോടുകൂടി ഒരു കൊട്ടാരം പണിത് താമസിക്കുകയും ചെയ്തു. ഈ മുഹമ്മദ് അലിയുടെ പിൻഗാമികളിൽ പലരും കോലോത്തിരിയുടെ സഹജീവന്മാരെ നിലവിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു എന്നും അവരാണ് മമ്മാലിക്കിടാവുകൾ എന്നും പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നും പറയപ്പെടുന്നുണ്ട്. ഇനിയുള്ള കഥകളിൽ ചിലത് കോലോത്തിരി വംശത്തിലെ ഒരംഗം ഇസ്ലാം മതം സ്വീകരിച്ചതിനു ശേഷം സ്ഥാപിച്ചതാണ് ഈ രാജകുടുംബമെന്നും അതല്ല കോലോത്തിരി വംശത്തിലെ ഒരു കന്യകയായി സ്ത്രീ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാൽ വഴുതി വെള്ളത്തിൽ വീണുവെന്നും വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ തമ്പ്രാട്ടിയെ വഴിയിൽ പോയ ഒരു മുസ്ലിം യുവാവ് രക്ഷിച്ചുവെന്നും തൻ്റെ ജീവൻ രക്ഷിച്ച ആ യുവാവിനെ വിവാഹം കഴിക്കാൻ അവർ നിർബന്ധപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണ് രാജവംശം അറക്കൽ ഉണ്ടായത് എന്നും പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കഥകൾ അറക്കൽ കുടുംബത്തിൻ്റേത്. എങ്ങനെയാണ് അറക്കൽ കുടുംബം ഇവിടെ എത്തിച്ചേർന്നത് എന്നുള്ളതിനെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന കഥകൾ തന്നെയാണ്. അതുപോലെ തന്നെ യുദ്ധവും അതിലെ വിജയങ്ങളും ചരിത്രങ്ങളും അറക്കൽ ഫാമിലിക്ക് പറയാനുണ്ട് എന്നുള്ളതാണ്. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി ഈ നാവിക മേധാവിത്വം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിരുന്നു. വിദേശ രാജ്യങ്ങളുമായി വ്യാപാരത്തിലായിരുന്നതിൽ അല്പം നഷ്ടം വരാനും തുടങ്ങി.
പുത്തനായി രംഗപ്രവേശം ചെയ്ത ഈ യൂറോപ്യൻ ശക്തിയെ കടലുകളിൽ വെച്ച് തന്നെ നേരിടുവാനും ഏറ്റവും ബലമായ നാവികാവ്യൂഹം സൃഷ്ടിച്ചതും നൂറ്റാണ്ടിന്മേൽ നൂറ്റാണ്ടിൽ നിന്ന് യുദ്ധത്തിൽ നടത്തുകയും അലി രാജയുടെ കുടുംബമായിരുന്നു. തങ്ങളുടെ വ്യാപാര നിലപാടിൽ നിന്ന് ഏറ്റവും ഹാനികരമായ വർത്തിച്ചിരുന്ന ശക്തി അലി രാജവംശമാണെന്ന് പോർച്ചുഗീസുകാർ അത് മനസ്സിലാക്കുകയും സർവ്വശക്തി സംഭരിച്ച് ഈ രാജവംശത്തിനെതിരെ അവർ നാവികാവ്യൂഹം സംഘടിപ്പിക്കുകയും ചെയ്തു. 1553 അവർ ലക്ഷദ്വീപിൽ നിന്നും അലി രാജയുടെ നാവികരെ പുറംതള്ളി ദ്വീപ് കൈവശം വെക്കുകയും ചെയ്തു. പക്ഷേ ഏതാനും വർഷങ്ങൾ മാത്രം അവർ ദ്വീപ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതുമായിരുന്നു. അലി രാജയുടെ നാവികസേന പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചുകൊണ്ട് ഈ ദ്വീപ് തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഇങ്ങനെ ഭോജ്പൂരിലെ സുൽത്താനുമായി അലി രാജ പിന്നീട് സഹായം ചോദിക്കുകയും പിന്നീട് അവരുമായി ഒരുപാട് നിരന്തരം യുദ്ധം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രമുള്ള ഒരു കുടുംബം കൂടിയാണ് അറക്കൽ കുടുംബം എന്നുള്ളത്. നമുക്ക് വീണ്ടും നല്ലൊരു സ്ഥലവും അതിലെ ചരിത്രങ്ങളും ഒക്കെയായി വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.